grace of God, God through evangelist Shaji Joseph. ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ സാധാരണ വിശ്വാസികൾ രോഗികളെ സൗഖ്യമാക്കും. ഈ സമയത്ത് ശരീരത്തിൽ വേദനകളുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. ശരീരത്തിൽ വേദനകളുള്ളവർ ആമേൻ കൈപൊക്ക്. ശരീരത്തിൽ വേദന ഉള്ളവർ എഴുന്നേറ്റവർ ഈ സ്റ്റേജിലേക്ക് വന്നാട്ടോ. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 17-ാം വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ അവർ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്നവർ കൈവച്ചാൽ സൗഖ്യം വരും. ദൈവം പറഞ്ഞ ഈ വാക്കിന് ആമേൻ പറയാൻ എത്ര പേര് തയ്യാറുണ്ട്? ഹല്ലേലൂയ. എന്നാൽ ആമേൻ പറഞ്ഞവർക്ക് ആമേൻ വാഗൊണ്ടല്ല പ്രാവർത്തിക തലത്തിൽ കാണിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഓരോരുത്തരുടെയും പുറകിൽ നിൽക്കുക. ആമേൻ. ഓരോരുത്തരുടെയും പുറകിൽ നിന്നിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പുറകിൽ വന്ന് നിൽക്കുന്നവര് മുൻപിൽ നിൽക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമുള്ളവരാകുമെന്ന്. കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതിന് ഒരു മാറ്റവുമില്ല. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ മണ്ഡലത്തിൽ നിൽക്കണം. ഹൃദയത്തിൽ നമ്മളുടെ മണ്ഡലം ദൈവരാജ്യമാണ്. നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുക അവരുടെ വിഷയം എന്താണെന്ന്. ആ തോളിൽ കൈവയ്ക്കണം. നടുവിലാണെങ്കിൽ നടുവിൽ കൈവയ്ക്കണം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് തോളിനോടല്ല, നടുവിനോടല്ല, പകരം അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന 6th കിങ്ഡത്തിലെ ആ വേദനയുടെ ഫോഴ്സിനോട് സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തി വിട്ടുപോകാൻ കൽപ്പിക്കുക. യേശു നിങ്ങൾ ചോദിച്ചോ, നിങ്ങളുടെ രോഗികളോട് ചോദിച്ചോ എന്നാ പറഞ്ഞു? ഇപ്പത്തേക്ക് ശക്തിയായ വേദന എടുത്ത് ഹാളിലേക്ക് കയറി അന്ന് ആ സമയം മുതലുണ്ടായിരുന്നു വേദന. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ തണുപ്പ് പോലെ അനുഭവപ്പെട്ടു. ഇപ്പൊ വേദന പൂർണ്ണമായി മാറി. ശ്രദ്ധിച്ചേ, കർത്താവിന്റെ ദാസനാണെന്ന് പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞേ? ശരിക്കും പറഞ്ഞ ഈ ഇങ്ങോട്ട് വന്നേ സഹോദരൻ, ഇങ്ങോട്ട് വന്നേ. ഈ ലോകം ഇദ്ദേഹത്തെ ഇതുവരെയും കർത്താവിന്റെ ദാസനായിട്ട് അഭിഷേകം ചെയ്തിട്ടില്ല. പക്ഷെ സ്വർഗ അഭിഷേകം ചെയ്തതാ. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗ അഭിഷേകം ചെയ്തതാ. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞ വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. രോഗിയും ചെല്ലുക, ഡോക്ടറും ചെല്ലുക. കരങ്ങളടിച്ച് വരുന്ന പ്രോത്സാഹിപ്പിച്ചാട്ടെ. അടുത്ത ശുശ്രൂഷ ജൂലൈ 9 മുതൽ 11 വരെ. നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോഴേ ഉറപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ചാനലിലൂടെ വീണ്ടും നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക് കർത്താവിന്റെ വചനവുമായി കടന്നു വരിക സ്വർഗത്തിൽ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ദൈവമക്കൾ ദൈവ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം, അതുവഴി ദൈവരാജ്യം അവകാശമാക്കുവാൻ ദൈവമക്കളെ പ്രാപ്തരാക്കുന്ന ഒരു ദൈവദിന ശുശ്രൂഷയാണ് ഈ ചാനലിലൂടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിൽ പ്രധാനമായും ദൈവദാസന്മാർ, ദാസിമാർ, ആഴമായി ക്രിസ്തുയേശു വളരാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനാണ് സ്വർഗത്തിലെ ദൈവം ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഈ സമയം ദൈവരാജ്യവുമായുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് കർത്താവിന്റെ ദാസൻ പ്രിയ ഷാജി സുന്ദരേശൻ ഇന്നും നമ്മളോടുകൂടെ സ്റ്റുഡിയോയിലുണ്ട്. പ്രിയ ദേവദാസനെ ഇന്ന് ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയം ദൈവരാജ്യത്തിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 28 മുതൽ തുടർന്നുള്ള വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനിടയായി. അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുടുക്കുവാൻ വേണ്ടി ശ്രമിച്ച പരീശന്മാരിലും സദൂക്യരിലും അവർക്ക് വിപരീതമായിട്ട് ഒരു ശാസ്ത്രി കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതിനെ ആവർത്തിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതിന് അപ്രകാരം തന്നെ അതിനൊരു ആമേൻ പറഞ്ഞത് കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു എന്താണ് പറഞ്ഞതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനിടയായി. എന്നാൽ ഈ എപ്പിസോഡിൽ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായത്തിൽ തന്നെ പുനരുദ്ധാരണം ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ സദൂക്യർ, പുനരുദ്ധാരണം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പുനരുദ്ധാരണത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അവരോട് കർത്താവ് യേശു ക്രിസ്തു മറുപടിയായിട്ട് പറയുന്നത്, തിരുവെഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും നിങ്ങൾ അറിയായിക കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നതെന്ന് കർത്താവ് യേശു ക്രിസ്തുവോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് ആ ഭാഗത്തിന്റെ അവസാനം കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം അവരുടെ സംസാരിക്കുവാനിടയായത്? നിങ്ങൾ തിരുവെഴുത്തുകളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. കാരണം ഇവർ ആൾറെഡി കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കും, ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന വ്യക്തികൾ,
വ്യക്തികളാണ് സദൂക്യർ. അവരുടെ അടുത്ത് കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ പറയുവാൻ ഇടയായത്? പ്രൈസ് ഗോഡ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത് മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു ശാസ്ത്രിയോട് കർത്താവ് പറഞ്ഞു. പലരും കർത്താവുമായി ബന്ധപ്പെട്ടുവെങ്കിലും അതിൽ ഒരേ ഒരു ശാസ്ത്രിയോടെ കർത്താവ് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. അതിന്റെ അർത്ഥം താൻ ബന്ധപ്പെട്ട മറ്റുള്ളവർ ആരോടും കർത്താവ് ഇത് പറഞ്ഞില്ല. മറ്റുള്ളവരെല്ലാവരും ദൈവദാസന്മാരും ദൈവവേല ചെയ്യുന്നവരും ഒക്കെയാണ്. ഫാരിസയരോട് പറഞ്ഞില്ല, കാരണം ഫാരിസയർ യേശുവിനെ പിടിക്കാൻ നടക്കുന്നവരായിരുന്നു. ഈ ഹെറോദ്യർ ഉണ്ടായിരുന്നു, ഹെറോദ്യരോടും പറഞ്ഞില്ല. ഹെറോദ്യർ യേശുവിനെ വാക്കിൽ കുടുക്കാൻ നോക്കി നടക്കുന്നവരായിരുന്നു. സദൂക്യരോടും പറഞ്ഞില്ല. സദൂക്യർ യേശുവിനെ തങ്ങളുടെ ഡോക്ടറിന് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ, പുനരുദ്ധാനമില്ല എന്ന ഡോക്ടറിനാണ് അവർ നിൽക്കുന്നത്, അത് വരുത്തി തീർക്കാൻ യേശുവിനെ വാക്കിൽ കുടുക്കാൻ കടന്നു വന്നവരാ. യേശുവിൻ്റെ അറിവില്ലായ്മ ഇതിൽ കുടുക്കാൻ വന്നവരാ. യേശു അവരെ പോലെ അറിവില്ലാത്തവനാണെന്ന് ചിന്തിച്ചാണ് വന്നത്. പക്ഷെ യേശു തിരിച്ചു പറയുക, അറിവില്ലാത്തത് നിങ്ങൾക്കാണ്. യേശു തിരിച്ചു പറയുകയാണ്. കാരണം അവരുടെ ചോദ്യം തന്നെ ഒരു പൊട്ട ചോദ്യമാണ്. യേശുവിന്റെ ചിന്തയിൽ അതൊരു, അവരുടെ ചിന്തയിൽ ജ്ഞാനമുള്ള ചോദ്യമാണ്, യേശുവിന്റെ ചിന്തയിൽ ഒരു പൊട്ട ചോദ്യമാണ്. അതുകൊണ്ട് യേശു കുഞ്ഞുങ്ങൾ വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കാരണന്മാർ പറയാറില്ലേ, ഇതിനെക്കുറിച്ചൊന്നും നിനക്ക് അറിയാൻ പാടില്ല ചേട്ടാ, അത് ഈ പൊട്ട ചോദ്യം ചോദിക്കാൻ നടക്കണേ. അതുകൊണ്ട് നമ്മൾക്ക് ജ്ഞാനമുള്ള ചോദ്യം എന്നും പറഞ്ഞാണ് സദൂക്യർക്ക് ജ്ഞാനമുള്ള ചോദ്യം എന്നും പറഞ്ഞാൽ സദൂക്യരൊന്ന് ചോദിക്കുന്നത്. യേശു ഇപ്പൊ കുടുങ്ങും. യേശു തിരിച്ചു പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവെഴുത്തുകളെ കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അറിയാത്തത് കൊണ്ടല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. അപ്പോ വ്യക്തമായിട്ടും പ്രിയരെ, എന്നെ കാണുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തു പറഞ്ഞു, തിരുവെഴുത്തുകളെ കുറിച്ച് അറിഞ്ഞില്ല എങ്കിൽ തെറ്റിപ്പോകും. ആമേൻ. യേശു രക്ഷകനാണ്, യേശു എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു, അത് മതി എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളെ അങ്ങനെ പോരാ. യേശു വളരെ വ്യക്തമായിട്ട് പറയാ, തിരുവെഴുത്തുകളെ കുറിച്ച് നീ അറിയണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഈ ഫരിസേയരും സദൂക്യരും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നവരോ ദൈവത്തെ സ്തുതിക്കുന്നവരോ ആലയത്തിൽ പോകുന്നവരാ. പക്ഷെ യേശു പറയുന്നു, തിരുവെഴുത്തുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ തിരുവെഴുത്തുകളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് നാം മനസ്സിലാക്കണം. അങ്ങനെ തിരുവെഴുത്തുകളെ കുറിച്ച് നാം മനസ്സിലാക്കിയാൽ ഒന്ന് നാം കാണും, യേശു രാജാതി രാജാവാ, യേശു കർത്താതി കർത്താവാ. യേശു ഇവിടെ സ്ഥാപിക്കാൻ വന്നത് ഒരു മതമല്ല, യേശു ഇവിടെ സ്ഥാപിക്കാൻ വന്ന ദൈവരാജ്യമാണ്. യേശു ആ രാജ്യത്തിന്റെ ഡയറക്ടറാ, ഉടയവനാ, കർത്താതി കർത്താവാ, രാജാതി രാജാവാ. അതുകൊണ്ട് ആ യേശു പറഞ്ഞതിനെ ഒരു ശാസ്ത്രി അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ആമേൻ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞതിന് അങ്ങനെ തന്നെ, രാജാവ് പറയുന്നതിന് ജനം അംഗീകരിക്കുക, ഒപ്പിടുക. അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും സമ്മതിക്കുക. അവനാണ് കിങ്ഡത്തിലെ അംഗം. അല്ലാത്തവരാരും കിങ്ഡത്തിലുണ്ടാകത്തില്ല. ജനം പറയുന്നതിനെ ഒപ്പിടുന്ന വ്യക്തിയാണ് ജനാധിപത്യത്തിന്റെ ഭരണാധികാരി. എന്നാൽ കിങ്ഡത്തിന്റെ ഭരണാധികാരി, കിങ്ഡത്തിലെ അംഗങ്ങൾ അങ്ങനെയല്ല, രാജാവ് പറയുന്നതിനെ അംഗീകരിക്കുന്നവരാണ് ആ കിങ്ഡത്തിലുള്ളവർ. അപ്പോൾ പ്രിയ ദൈവത്തിന് ഈ നാളുകളിൽ നാം ഒരു കാര്യം അത്യന്താപേക്ഷിതമായി മനസ്സിലാക്കേണ്ട തിരുവെഴുത്താണ്, നാം ഇന്ന് ദൈവരാജ്യത്തില, ഒരു സ്വയംഭരണ സംവിധാനത്തിലല്ല. അതുകൊണ്ട് ക്രിസ്തു പറയുന്ന നമുക്ക് പ്രാധാന്യം, നമ്മുടെ സ്വന്തം ചിന്തയിൽ വരുന്നതല്ല, അവരും ഇവരും പറയുന്നതല്ല, ആ ഗ്രൂപ്പും ഈ ഗ്രൂപ്പും പറയുന്നതല്ല. ക്രിസ്തു പറയുന്നതിനാണ് ഞങ്ങൾക്ക് പ്രാധാന്യം. കാരണം ക്രിസ്തു രാജാതി രാജാവാ. ക്രിസ്തു എന്തു പറഞ്ഞു, ആ ശാസ്ത്രിയെ പോലെ ഞാനും ആമേൻ പറയും. ആമേൻ. അതുകൊണ്ടാണ് തിരുവെഴുത്തുകളെ അറിയണമെന്ന് പറയുന്നത്. ആമേൻ. തിരുവെഴുത്തുകളെ അറിയണം, ദൈവശക്തി അറിയണം. ഇത് ആരെതൊക്കെ അറിയിച്ചു തരുന്നേ? ദൈവത്തിന്റെ ശക്തി കേന്ദ്രം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമുക്കിത് അറിയിച്ചു തരുന്നേ. അപ്പൊ ഈ തിരുവെഴുത്തുകളെ കുറിച്ച് ദൈവശക്തിയെ കുറിച്ച് നാം അറിയണം. കർത്താവ് പറയണം, ആ നാഴികയിൽ എന്ത് പറഞ്ഞു നിങ്ങൾ യാതൊരു വിധത്തിൽ ആകുലപ്പെടേണ്ട, അത് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചോളും. നിങ്ങളും കാണുന്നത് ഇപ്പോ അതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ തിരുവെഴുത്തുകളെ കുറിച്ചും അറിയണം, ദൈവശക്തിയെ കുറിച്ചും അറിയണം. ഇത് അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഉപകാരമില്ല. ഹല്ലേലൂയ.
അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്തെങ്കിലും ഒരു ക്രമീകരണം, ഒരു വിഷയം, ഒരു ദുരന്തം വരുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ആ ദുരന്തം വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അതെ. ആമേൻ. പ്രിയരെ, നിങ്ങളുടെ എല്ലാ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ആമേൻ. ദൈവവചനം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ദൈവവചനം ഉണ്ട് എങ്കിൽ പ്രിയ ദൈവം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ആമേൻ. അപ്പൊ തിരുവെഴുത്തുകളെ കുറിച്ച് നാം അറിയണം, ദൈവശക്തിയെ കുറിച്ച് നാം അറിയണം, അത് മനസ്സിലാക്കണം. ആമേൻ. പിന്നെ ഒന്നുകൂടി ചോദ്യം ഇതാണ്. അവിടെ പറയുകയാണ്, ഒരു സഹോദരിക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 7 ഭർത്താക്കന്മാരും മരിച്ചു. അതെ. മോശയുടെ നിയമപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ സഹോദരൻ ആ സഹോദരിയെ വിവാഹം കഴിച്ച് സഹോദരനോട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം. അങ്ങനെ 7 പേരാണ് ആ സഹോദരി വിവാഹം കഴിച്ചത്. പക്ഷെ 7 പേരും മരിച്ചുപോയി. പക്ഷെ ഈ സഹോദരി മരിച്ചു. ഇനി പുനരുദ്ധാനത്തിൽ ഈ സഹോദരി ആരുടെ ഭാര്യ ആയിരിക്കുമെന്നാണ് ഇവര് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം. എന്നാൽ യേശു ആത്മലോകത്തിന്റെ നായകൻ, ദൈവരാജ്യത്തിന്റെ നായകൻ, ഇതൊരു ചോദ്യമൊന്നൊരു വിഷയമായിരുന്നില്ല. യേശു അവരോട് വളരെ മാന്യമായിട്ട് ഉത്തരം പറഞ്ഞു. നിങ്ങൾ പുനരുദ്ധാനത്തിൽ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല, പകരം സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ഇരിക്കും. മാത്രമല്ല നിങ്ങളുടെ പേര് ഇനി മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരെന്നായിരിക്കും. ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയുന്നുള്ളൂ, ദൈവപുത്രന്മാരെന്നായിരിക്കും. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക. തുടർന്ന് യേശു പറയുകയാണ്, പഴയ നിയമത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന്. അപ്പോൾ ഈ യഹൂദന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സദൂക്കിനെ സംബന്ധിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമും മരിച്ചു, ഇസ്ഹാക്കും മരിച്ചു, യാക്കോബും മരിച്ചു. അപ്പോ കർത്താവ് തിരിച്ചു ചോദിക്കുക, ദൈവം മരിച്ചവരുടെ ദൈവമോ? തുടർന്ന് കർത്താവ് പറയുക, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എൻ്റെ അർത്ഥം എന്താ ബ്രദറെ? പ്രിയരെ, മറ്റൊന്നുമല്ല, ദൈവത്തിന് ആരും മരിക്കുന്നില്ല. ദൈവം ആത്മാവാ. ദൈവ സാദൃശ്യം സൃഷ്ടിച്ച നമ്മുടെ ഉള്ളിലുണ്ട് ആത്മാവ്. ഇന്ന് നമ്മൾ ഈ ശരീരത്തിലായിരിക്കുന്നതേ ഉള്ളൂ. ഈ ശരീരം വിട്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് ജനം പറയുന്നത്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെയാണ്. പക്ഷെ തുടർന്ന് നമ്മൾ ജീവിക്കുകയാ. ഒന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ അതിന് യോഗ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാതനയിൽ. ഇവിടെ സ്വർഗത്തിലെ ദൈവം പറയുന്ന കാര്യം ഇതാണ്, കർത്താവ് യേശു പറയുന്ന കാര്യം ഇതാണ്, ദൈവത്തിന് ആരും മരിക്കുന്നില്ല. അവിടെ കർത്താവ് പറയുകയാണ്, എന്നാൽ മരിച്ചു ഉയർത്തി നിൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. ആമേൻ. അപ്പോൾ തിരുവെഴുത്തും ദൈവശക്തിയെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർ വളരെ തെറ്റിപ്പോകും. അതുകൊണ്ട് ഈ നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് തിരുവെഴുത്തുകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ആമേൻ. പ്രിയരെ, ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു എപ്പിസോഡിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയൂ. എന്നാൽ ദൈവം ഈ നാളുകളിൽ ഒരമൂല്യ നിധി നിങ്ങൾക്ക് എന്നവണ്ണം ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കാണാം. അനേക ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വചനങ്ങൾ ഒരു നിധി എന്നവണ്ണം ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ, കേൾക്കുകയും ചെയ്യുവാൻ കഴിയും. നിങ്ങളത് സന്ദർശിച്ചാട്ടെ, ദൈവ വചനത്തിൽ വളർന്നാട്ടെ. പ്രിയരെ, ഈ സമയം തന്നെ മറ്റൊരു ഭാഗം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുവിനോട് യഹൂദന്മാർ തർക്കിക്കുന്ന ഒരു രംഗമുണ്ട്. യഹൂദന്മാർ അബ്രഹാം ഞങ്ങളുടെ പിതാവാണെന്നുള്ള ചിന്തയിൽ അവർ വളരെ തർക്കിച്ച്
യേശുവിനോട് മുന്നോട്ടേക്ക് പോകുമ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, ദൈവത്തിന് വേണമെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാം. ആമേൻ. അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട്, നീ അബ്രഹാത്തേക്കാൾ വലിയവനാണോ? അപ്പൊ യേശു തിരിച്ചു പറയുന്ന കാര്യം, എബ്രഹാം എന്റെ നാള് കാണാമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇവര് ചോദിക്കുന്നു, നീ അബ്രഹാത്തെ കണ്ടിട്ടുണ്ടോ? ഇവര് ഈ ലോകത്തിലുള്ളവര് ആ ലോക സ്റ്റാൻഡേർഡിൽ നിന്നാണ് സംസാരിക്കുന്നത്, ഒരു കിങ്ഡം സ്റ്റാൻഡേർഡിലല്ല. നീ അബ്രഹാത്തെ കണ്ടിട്ടുണ്ടോ? അതെ. നിനക്ക് ഇതുവരെ 50 വയസ്സായിട്ടില്ലല്ലോ, നീ എന്നെ എന്താ ഇങ്ങനെ പറയുന്നേ? അപ്പൊ യേശു തിരിച്ചു പറയുക, എബ്രഹാം എന്റെ നാൾ കാണാമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് അടുത്ത അവരെ വീണ്ടും അവര് അതിശയിപ്പിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയാ, എന്നാൽ അബ്രഹാം ഇപ്പോൾ എന്റെ ദിവസം കണ്ടിരിക്കുന്നു. മാത്രമല്ല അബ്രഹാം അതിനെ സന്തോഷിക്കുകയും കൂടി ചെയ്യുകയാണ്. എബ്രഹാം യേശുവിന്റെ ദിവസം കണ്ടെന്ന്. എബ്രഹാം മരിച്ചുപോയി. ആ മരിച്ചുപോയ എബ്രഹാമിനെ കുറിച്ച് യേശു പറയുന്നത്, എബ്രഹാം എന്റെ ദിവസം കാണാമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അന്ന് കണ്ടില്ല, അത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല കാണുക മാത്രമല്ല, അവന് സന്തോഷിക്കുക. കാണുക എന്ന് വെച്ചാൽ അവന് കണ്ണിൽ കൂടി കാണുന്നേ, സന്തോഷിക്കുക എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നു. അപ്പൊ എബ്രഹാമിന് കണ്ണുകൊണ്ട് ഹൃദയമുണ്ട്. എബ്രഹാം മരിച്ചുപോയി. ഈ ജനത്തിന്റെ ചിന്തയിൽ അബ്രഹാം മരിച്ചുപോയി. പക്ഷേ ദൈവത്തിന്റെ ചിന്തയിൽ എബ്രഹാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുക, സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഇതാ യേശു പറഞ്ഞേ, ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്, അവനാരും മരിക്കുന്നില്ല. അങ്ങനെ മുന്നോട്ടേക്ക് യേശു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക. അതിന്റെ 51-ാം വാക്യത്തിൽ, യോഹന്നാൻ 8:51 പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നതിന് ഒരു നാളും മരണം കാണുകയില്ല. വചനം പ്രമാണിക്കുന്നതിന് ഒരു നാളും മരണം കാണുകയില്ല. ഈ സഹോദരങ്ങൾ അതിൽ കയറി അങ്ങ് പിടിച്ചു. അപ്പേ യഹൂദന്മാർ അവനോട്, അതിനൊക്കെ ഭൂതമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു. അപ്പോൾ ജനത്തിന്റെ ഐഡിയയിൽ അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചുപോയി. നീയോ എന്റെ വചനം പ്രമാണിക്കുന്ന ഒരു നാളും മരണം ആസ്വദിക്കുന്ന ഇല്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആറാക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു ഇങ്ങനെ പറയുവാനിടയായി, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. നിങ്ങൾ മരിച്ചു എന്ന് പറയുന്ന അബ്രഹാം എന്റെ ദിവസം കാണും എന്നതുകൊണ്ട് ഉല്ലസിച്ചു. അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എബ്രഹാം കണ്ടുപോ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവണം, യേശുവിന്റെ ദിവസം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവത്തെ സംബന്ധിച്ച് അബ്രഹാം ഇന്നും ജീവിച്ചിരിക്കുന്നു. അബ്രഹാമിന്റെ ശരീരം മാത്രമേ ഈ ഭൂമിയിലുള്ള, അബ്രഹാം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് യേശു ആ സമയത്ത് പറയുന്നത്. യഹൂദർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. യേശു തന്റെ യഥാർത്ഥ ആ ഡിവിനിറ്റി, ആ ദൈവത്വം വെളിപ്പെടുത്തുക. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്. എന്നാൽ നമ്മൾ ആ ജനത്തെ പോലെ ആ ലോകത്തിന്റെ കൺസെപ്റ്റിൽ യേശുവിനെ കാണരുത്. നിനക്ക് ഇതുവരെ 50 വയസ്സായിട്ടില്ലല്ലോ, നീ അബ്രഹത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാഴ്ചപ്പാടല്ല. അപ്പോൾ തുടർന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി. ആത്മീയ കാര്യങ്ങൾ ജഡികരായ വ്യക്തികളോട്, ഒരു മനുഷ്യ കാഴ്ച ജീവിക്കുന്നവരോട് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയാണ്, ദൈവത്തിന് ആരും മരിക്കുന്നില്ല, ആരും മരിക്കുന്നില്ല. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ നാളിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഈ ഭൂമിയിലെ നമ്മളുടെ ജീവിതം ഒരു ടെസ്റ്റാണ്. ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് ടെസ്റ്റ് നടക്കുന്നത്. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം ഒഴിഞ്ഞു പോയാൽ. ഇതൊരു ഭൗമഭവനമാണ്, കൂടാരമായിരുന്നു. ഈ ഭൗമഭവനത്തിൽ നാം വസിക്കുമ്പോൾ പ്രിയരെ,
നാം നമ്മളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളും ദൈവം അറിഞ്ഞും അനുവദിച്ചും ഉള്ളതാണ്. ഈ ഓരോ വിഷയങ്ങളും നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. തന്റെ വചനപ്രകാരം കൈകാര്യം ചെയ്യുന്നുവോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുന്നുവോ? അതെ. ഈ ഓരോ വിഷയങ്ങളും കടന്നു വരുമ്പോൾ ഈ വ്യക്തി എന്നെ ആശ്രയിക്കുന്നുവോ അതോ അവന്റെ സ്വയത്തെ അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെ, സ്വന്തം ബന്ധങ്ങളെ ആശ്രയിക്കുന്നുവോ? ആമേൻ. ഈ ഭൂമിയിലെ ജീവിതം ഏതാനും ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈ സമയം പ്രിയ ദൈവജനമേ, നാം വളരെ ശ്രദ്ധയോടെ, ഈ ഭൂമിയെ നമുക്കൊന്നും കെട്ടിപ്പടുക്കുവാനില്ല. ആമേൻ. ഈ ഭൂമിയിൽ നാം ഒരു കൂടാര ജീവിതം കഴിക്കേണ്ടവരാണ്. അതെ. ഞാൻ ഒരുപക്ഷെ ചോദിക്കുക, എന്താ കൂടാര ജീവിതം? കൂടാരങ്ങളിൽ വസിക്കുന്ന നാം കൂടാര ജീവിതമല്ലാതെ പിന്നെ എന്താ കഴിക്കണ്ടേ? ആമേൻ. കൂടാര ജീവിതം എന്ന് പറഞ്ഞാൽ പ്രിയരെ ഇങ്ങനെയാ, ഈ ഭൂമിയിൽ നമ്മൾ സ്ഥിരവാസമല്ല. അതെ. എബ്രായലേഖനം 11-ാം അധ്യായത്തില് അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, വാഗ്ദത്തത്തിന് അവകാശികളായ യാക്കോബിനോടും ഇസഹാക്കിനോടും ചേർന്ന് അബ്രഹാം കൂടാരങ്ങളിൽ വസിച്ചു. ആമേൻ. പൗലോസ് പറയുകയാണ്, ഈ കൂടാരം ഒഴിഞ്ഞു പോയാൽ, ഈ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ, മാത്രമല്ല നിങ്ങൾക്കറിയാം, പൗലോസ് പറയുകയാണ്, പൗലോസിന്റെ പണി തന്നെ കൂടാരപ്പണിയായിരുന്നു. Praise the Lord. ആമേൻ. അപ്പൊ കൂടാരപ്പണി, കൂടാരങ്ങളിൽ വസിക്കുന്നു, കൂടാരമായ ഭൗമഭവനം ഒഴിഞ്ഞു പോവുക. എന്താ കൂടാരം കൂടാരം കൂടാരം? പ്രിയ ദൈവത്തിന്റെ മേൽ നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ ഒരു കൂടാരത്തിലാണ് വസിക്കുന്നേ. Praise the Lord. ഈ കൂടാരത്തിൽ വസിക്കുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നോക്കത്തില്ല. കൂടാരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമിട്ട്, ആഴത്തിൽ അടിസ്ഥാനമിട്ട് വലിയൊരു ബിൽഡിംഗ് പണിയുന്നത് പോലെ അല്ല അത്. കൂടാരങ്ങൾ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുകയാണ്, ഞങ്ങളുടെ ദേശം ഇതല്ല. അവരുടെ ഹൃദയം കൊണ്ട് പറയാം, ഞങ്ങളുടെ ദേശം ഇതല്ല, ഞങ്ങൾക്കൊരു ദേശത്തെ ഞങ്ങൾ പോവുക, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കെട്ടിവെക്കാനില്ല. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആ ഭൂമിയിലല്ല ഉയരത്തിൽ നിങ്ങളുടെ നിക്ഷേപം സംഭരിച്ചു കൊള്ളുവിൻ എന്ന്. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നത് എങ്ങനെയാണെന്ന്, നിങ്ങളുടെ അത് വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല, നിങ്ങൾക്കും ദൈവത്തിനും മാത്രം അറിയാം. അവനവനും ദൈവത്തിനും മാത്രം അറിയുള്ളൂ കൂടാര ജീവിതമാണോ എന്ന്. എങ്ങനെയാണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിയരെ, നിങ്ങളിപ്പോൾ ഒരു വീട് വാടകയ്ക്കെടുത്തു. വാടകയ്ക്കെടുത്ത് നിങ്ങൾ അവിടെ ഒരിക്കലും ഒരു തെങ്ങ് നടത്തില്ല, ശരിയല്ലേ? ഒരു തേക്ക് നടത്തില്ല അവിടെ. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ ഇവിടുത്തെ വാടകക്കാരനാ, ഏതാനും ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ. തെങ്ങ് അത് വളർന്നു വലുതായി വർഷങ്ങൾ കഴിഞ്ഞ് അതിൽ ഫലം ഉണ്ടാകുമ്പോൾ ഞാനിവിടെ ഉണ്ടാകത്തില്ല. പകരം നിങ്ങളവിടെ എന്ത് നടും? അവിടെ വാഴ നടും, വെണ്ടയ്ക്ക നടും, പാവൽ നടും. പെട്ടെന്ന് ഫലം കിട്ടണമെന്നെങ്കിലും നടും. ഇതേപോലെയാ കൂടാര ജീവിതം നയിക്കുന്ന വ്യക്തികൾ. അവരിവിടെ ഒന്നും അങ്ങ് സ്ഥിരമായിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം അവരൊരു പിതൃദേശം അന്വേഷിക്കുകയാണ്, അവരങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. പൗലോസിനെ കണ്ടാൽ നമുക്കറിയാം, പൗലോസിന് കൂടാരപ്പണിയാണ്. എന്ത് കൂടാരപ്പണി? പൗലോസ് ഒരിക്കലും തന്റെ സമയം മുഴുവൻ ഈ ലോകത്തിന്റെ പണിക്ക് വേണ്ടി കൊടുക്കത്തില്ല. പൗലോസിന് അറിയാം, എൻ്റെ ദൈവരാജ്യം എന്നെ ഒരു പ്രത്യേക അസൈൻമെന്റ്, ചുമതല, ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുക. ആ ജോലിക്കാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കേണ്ടേ. എൻ്റെ സൈഡിൽ കൂടാരപ്പണിയുണ്ട്. അത് എന്തിനാണെന്നറിയാമോ? എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും മുട്ട് തീർക്കാനാണ്. ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ മുട്ട് തീർത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൂടാരപ്പണിയുണ്ട്. അല്ലാതെ താനൊരു ഇവിടെ തൻ്റെ സമയം മുഴുവൻ ഈ ലോകത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ഒരിക്കലും പൗലോസ് ആഗ്രഹിച്ചില്ല. കാരണം ദൈവം ഏൽപ്പിച്ച പണി എൻ്റെ കയ്യിലുണ്ട്, അത് ഞങ്ങളുടെ രാജ്യത്തിന്റെ പണിയാണ്. അപ്പോൾ പ്രിയരെ, കൂടാരവാസം ചെയ്ത്, കൂടാര പണി ചെയ്ത്, ഈ കൂടാരങ്ങളിൽ വസിക്കുന്ന നമുക്ക് എന്തിനാ ഈ ലോകം? നമുക്ക് വേണ്ടി കർത്താവ് ഒന്ന് ഒരുക്കിയിരിക്കുക. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു സാഹചര്യമാണെങ്കിലും അത് നമ്മുടെ ദൈവം അറിഞ്ഞിട്ടാ വരുന്നേ. കർത്താവോട് ചോദിക്കേ, ദൈവമേ എന്തുകൊണ്ടാ ഈ സാഹചര്യം എൻ്റെ മുമ്പിൽ അങ്ങ് അനുവദിച്ചേ? ഞാൻ എന്താ അങ്ങേക്ക് തരേണ്ടേ?
അതൊന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലൂടെ കൊടുത്താൽ ആ ദൈവ രാജ്യത്തിലെ രാജാവായ യേശുക്രിസ്തു പറയുന്നത് നാം ചെയ്താൽ, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതം ധന്യമാകാനിടയാകും. തീർച്ചയായും കേട്ട നിങ്ങളോട് പലരോടും ദൈവം സംസാരിച്ചിരിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനം ഈ മക്കൾ കേട്ടു. ദൈവത്തിന് ആരും മരിക്കുന്നില്ല. ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം ഒരു ടെസ്റ്റ് മാത്രമാണ്. പ്രിയ നല്ല പിതാവ്, കൂടാര ജീവിതത്തിൽ ഞങ്ങൾ കൂടാര പണി, കർത്താവെ കൂടാരവാസം മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ വലിയൊരു വേല ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിന് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവേ, ഈ ലോകത്തിലെ വേല സെക്കൻഡറി ആയും അങ്ങയുടെ വേല ഞങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്നതായി ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ഈ അല്പ ദിവസങ്ങൾ മാത്രമുള്ള ഈ ഭൗമ ഭവന യാത്രയിൽ പ്രിയ പിതാവെ ജയം പ്രാപിക്കുക ഞങ്ങൾ ഓരോരുത്തരെ അങ്ങ് സഹായിച്ചാട്ടെ. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, ശരീരത്തിൽ വേദനകൾ, രോഗങ്ങൾ കർത്താവെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി അങ്ങ് സൗഖ്യമാക്കിയാട്ടെ. യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് ഇപ്പൊ സമാധാനം കൽപ്പിക്കുകയാണ്. കുടുംബത്തിൽ തമ്മിത്തല്ല് നടന്നുകൊണ്ടിരിക്കുന്ന, കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം കൽപ്പിക്കുകയാണ്. പ്രിയ നല്ല പിതാവ്, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഓരോ നിമിഷവും കർത്താവെ അങ്ങയോട് കൂടുതൽ എടുക്കുക, ദൈവരാജ്യത്തോട് കൂടുതൽ എടുക്കുക കർത്താവെ. അടികൾ ഓരോരുത്തരെ സഹായിച്ചായിട്ട് ജനത്തെ അതിനായി അനുഗ്രഹിക്കുന്നു. കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ പിതാവേ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. പ്രിയരെ, ദൈവം അനുവദിക്കുന്നതിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. God be with you. Praise God.